All for today's live session. Good morning all. This is Devika from Tiju Sir Academy. So here is another live session of IELTS Reading Part 4. So once again I welcome you all. So ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ ആണ് പുതിയൊരു വീക്കിൽ. സോ എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസിൽ ബിസി ആയിരിക്കും, ബിസി ഷെഡ്യൂളാണ്. സോ എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ നല്ലൊരു ഡേ ആശംസിക്കുന്നു. സോ നമ്മൾ IELTS ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ മോഡ്യൂൾസിനും എല്ലാ എക്സ്പേർട്ട് ട്രെയിനേഴ്സാണ് ഈ ഒരു ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ ഈ ഒരു ലൈവ് സെഷൻസ് മാക്സിമം ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ കംപ്ലീറ്റ് ആ ഒരു സെക്ഷൻ ഓരോ സെഷൻസും ഓരോ മോഡ്യൂൾസും നിങ്ങൾ എല്ലാ IELTS ആസ്പിറൻസും വളരെ അറ്റൻറ്റീവായിട്ടിരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തന്നെ നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് എത്താനായിട്ട് വളരെ നിങ്ങളെ ഹെൽപ്പാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിനൊരു ഹെൽപ്പ് എന്ന രീതിയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് റൂബി. വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ. സോ വെരി ഹാപ്പി ടു സീ യു. Good morning, Manu. Welcome to today's live session. So, ഇന്ന് നമ്മൾ IELTS റീഡിങ്ങിൻ്റെ പാർട്ട് 4 ആണ് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഫസ്റ്റ് പാർട്ട് 1, 2, 3 ആ ഒരു പാർട്ട് ആദ്യത്തെ 3 പാർട്ടുകളും കാണാത്തവർ ഉറപ്പായിട്ട് ആ ഒരു 3 സെഷൻസും കാണുക. ആ ഒരു സെഷൻസ് ആ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള നമ്മൾ ആ ഒരു സിലബസ് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഒരു ഫസ്റ്റ് 3 ലൈവ് സെഷൻസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും തന്നെ മാക്സിമം ആ 3 സെക്ഷൻസും കാണുക. ആ ഒരു കണ്ടിന്യൂറ്റിയോടുകൂടി തന്നെ ബാക്കിയുള്ള ആ ഒരു പാർട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ IELTS എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് അബ്രോഡ് പഠിക്കുക, വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക. സോ എല്ലാവരുടെയും ആ ഒരു ഡ്രീം അല്ലേ, ആ ഒരു ഡ്രീം വൺസ് ഓൾ ദി ഡ്രീംസ് കംസ് ട്രൂ അല്ലേ. എല്ലാവരുടെ ഡ്രീംസും ഒരിക്കൽ സഫലമാവും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. സോ ഒരുപാട് IELTS ആസ്പിറൻസ് ഉണ്ട്. അവർക്ക് ഇതേപോലുള്ള അക്കാഡമീസ് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസൊക്കെ. ഫ്ലൈ ഗെയിമിംഗ്, ഹായ്, ഹലോ. സോ എല്ലാവർക്കും തന്നെ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ എല്ലാവരും തന്നെ മാക്സിമം ഈ ഒരു ലൈവ് സെഷൻസ് അതേപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രയത്നിക്കാം. സോ ലെറ്റ്സ് start today's live session. So once again I welcome you all for today's live session. IELTS റീഡിങ്ങിൻ്റെ പാർട്ട് 4 ആണ്, 4th ലൈവ് സെഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് പാർട്ട് 3ൽ ഇനി ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തവർക്കായി ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു പ്രീവിയസ് സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ലൈവ് സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മൾ IELTS റീഡിങ് നമുക്കറിയാം ഒരു കാറ്റഗറൈസേഷൻ തന്നെയുണ്ട്, IELTS അക്കാഡമിക് ആസ് വെൽ ആസ് IELTS ജനറൽ. സോ നമ്മൾ ആ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരുന്നു. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആർ ദെയർ ഓർ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആർ ദെയർ ഇൻ IELTS റീഡിംഗ്. സോ നമ്മൾ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാസ്റ്റ് ആ ഒരു ലൈവ് സെഷനിൽ അല്ലെങ്കിൽ പാർട്ട് 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സച്ച് ആസ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ചിങ്. സോ ഇതൊക്കെയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ മാച്ചിങ് ഉണ്ടാവും, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, സെൻറ്റൻസ് കംപ്ലീഷൻ, അതേപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു IELTS റീഡിങ്ങിൽ ക്യാരി ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രിപ്പയർ ഫോർ IELTS റീഡിംഗ്. അപ്പം IELTS അക്കാഡമിക് ആസ് വെൽ ആസ് IELTS ജനറലിനെ പറ്റി നമുക്കൊരു ഡിഫറൻസിയേഷൻ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ദെൻ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണ് ഈ ഒരു IELTS റീഡിങ്ങിൽ ഡീൽ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു പ്രിപ്പയർ ഫോർ IELTS റീഡിംഗ്. ഒരു IELTS റീഡിങ്ങിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, വാട്ട് പ്രൊസീജിയേഴ്സ് വി ഹാവ് ടു ഫോളോ ഇൻ ഓർഡർ ഫോർ ദി
ദി പ്രിപ്പറേഷൻ ഓഫ് IELTS റീഡിംഗ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ അല്ലെങ്കിൽ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ ഈ ഒരു IELTS റീഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ടിപ്സിലേക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ ടിപ്സാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് റീഡ് മെനി ആർട്ടിക്കിൾസ്. സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് മേജർ ടിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് മേജർ ടിപ്പ് ഫോർ പ്രിപ്പറേഷൻ ഫോർ IELTS റീഡിംഗ് എന്ന് പറയുന്നത് റീഡ് മെനി ആർട്ടിക്കിൾസ്. ഒരുപാട് ആർട്ടിക്കിൾസ് റീഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ റീഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സ്കില്ലാണല്ലേ. ഈ ഒരു റീഡിംഗ് എന്നുള്ളൊരു സ്കില്ല്, ഈ ഓരോ സ്കിൽസും റീഡിംഗ് മാത്രമല്ല, റീഡിംഗ് ആയിക്കോട്ടെ, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ 4 സ്കിൽസും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡെവലപ്പ് ഓർ വി ഹാവ് ടു നേർച്ചർ ബൈ അവർ സെൽസ് അല്ലേ. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നേർച്ചർ ചെയ്തെടുക്കേണ്ട ഒന്നാണ് ഈ ഒരു സ്കിൽസ്, ഡിഫറെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു അച്ചീവ് എ ഗുഡ് ബാൻഡ് സ്കോർ ഇൻ IELTS റീഡിംഗ് വി ഹാവ് ടു നേർച്ചർ അവർ റീഡിംഗ് സ്കിൽ. സോ നമ്മളുടെ ആ ഒരു റീഡിങ്ങിൽ നല്ലൊരു സ്കോർ, നല്ലൊരു ബാൻഡ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു റീഡിങ് ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലേ. ആ ഒരു റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എന്താവും, കുറച്ചുകൂടി നമുക്ക് ഇൻഡെപ്തായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു ഹോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് റീഡ് മെനി ആർട്ടിക്കിൾസ്. എന്താണ് റീഡ് മെനി ആർട്ടിക്കിൾസ്? ഓക്കെ, എ വീക്ക് ഓർ 2 പ്രയർ ടു ദി എക്സാം എൻഷുർ ദറ്റ് യു റീഡ് as മെനി ആർട്ടിക്കിൾസ് ആസ് യു ക്യാൻ. ഓക്കെ, സോ നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എടുത്തതിന് ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് മുന്നോടിയായിട്ട് ആ ഒരാഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്? എൻഷുർ ദറ്റ് യു റീഡ് as മെനി ആർട്ടിക്കിൾസ് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ റീഡ് ചെയ്യുക. This will give us certain kind of experience and confidence for that matter. ഇതെന്തിനു വേണ്ടിയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് വായിക്കുക എന്ന് പറയുന്നത്? അതിന് എന്താണ് മെയിനായിട്ട് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഗീവ് എ certain kind of experience and confidence for that matter അല്ലേ. ആ ഒരു മാറ്റമല്ല, നമുക്ക് മാക്സിമം ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു റീഡ് മെനി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. This is the most important tip here. Okay, so read many articles എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പായിട്ട് പറയുന്നത്. In order for the preparation of IELTS reading, you can't just wake up someday and go hit a band score of 8 in IELTS reading task module without reading practice. ഓക്കെ, സോ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഒരു എഫേർട്ടും ഇടാതെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസും ഇല്ലാതെ നമുക്ക് 8 ബാൻഡ് വേണം, അല്ലെങ്കിൽ റീഡിംഗ് ആയിക്കോട്ടെ എല്ലാ മൊഡ്യൂൾസും നമുക്ക് നല്ലൊരു ബാൻഡ് സ്കോർ ചെയ്യണം. അത് യാതൊരു എഫേർട്ടും ഇല്ലാതെ പ്രാക്ടീസും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബാൻഡ് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമാണോ? അല്ലല്ലേ. സോ എന്താണ്, നമുക്ക് നമ്മുടെ പിന്നിൽ ആ ഒരു എഫേർട്ട് ഇടണം. നമ്മൾ തന്നെ ഓരോ IELTS ആസ്പിറൻസും അവരുടെ മാക്സിമം എഫേർട്ട് തന്നെ അവർ കൊടുക്കുക. ഓരോ കോഴ്സ് ഡ്യൂറേഷനിലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ബാൻഡ് എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് പെട്ടെന്ന് ഒരു എഫേർട്ടും ഇടാതെ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു ബാൻഡ് 8 എന്ന് പറയുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സോ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഏതാണ്? റീഡ് മെനി ആർട്ടിക്കിൾസ്. ഓക്കെ, so the second major tip or the second major preparation tip for IELTS reading is skimming. Okay, skimming ആണ് ആ ഒരു സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും എന്താണ് സ്കിമ്മിങ്, സ്കാനിങ് നമ്മളെപ്പോഴും റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി പറയാറുള്ളതാണ് ഈ ഒരു ടെക്നിക്സ് ബിഹൈൻഡ് റീഡിംഗ്. സ്കിം ചെയ്യൂ അല്ലെങ്കിൽ സ്കാൻ ചെയ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ടെക്നിക്സ്? എന്താണ് സ്കിമ്മിങ്? എന്താണ് സ്കാനിങ്? Okay, please comment. I am waiting for your comments. എന്താണ് സ്കിമ്മിങ്? നമ്മൾ സ്കിം ചെയ്യുക എന്നല്ലേ. നമുക്ക് ഏതൊരു ആർട്ടിക്കിൾസും, അതൊരു ജേണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, നോവൽസ് ആയിക്കോട്ടെ, നമുക്ക് സ്കിം ചെയ്യാൻ പല ടെക്നിക്സ് ഉണ്ടല്ലേ. ഈ റീഡിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് വി ക്യാൻ യൂസ്, സച്ച് ആസ് സ്കിമ്മിങ്, സ്കാനിങ്. സോ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എൻ IELTS റീഡിംഗ് ടാസ്ക് ടെക്നിക് ദറ്റ് അലൗസ് യു ടു റീഡ് ത്രൂ എ ഗിവൺ ടെസ്റ്റ് വെരി ഫാസ്റ്റ്. ഓക്കെ, ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ വെരി ഫാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെയാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്യേണ്ടത് അല്ലേ. സോ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എൻ IELTS റീഡിംഗ് ടാസ്ക് ടെക്നിക് ദറ്റ് അലൗസ് you to read through a given text very fast. നമ്മൾ പറയും ഒരു ന്യൂസ് പേപ്പർ നമുക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു ബുക്ക് കിട്ടുകയാണ്, നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വായിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു വെരി ഫാസ്റ്റായിട്ട് നമ്മൾ അതിനെ എന്താണ് ഇത് ഡീൽ ചെയ്യുന്നത്, വാട്ട് ദിസ് പെർട്ടിക്കുലർ ബുക്ക് അല്ലെങ്കിൽ വാട്ട് ദിസ് പെർട്ടിക്കുലർ ജോൺറ ഡീൽ വിത്ത് എന്ന് നമ്മൾ ഒരു ഔട്ട്ലൈൻ നോക്കുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കിമ്മിങ് എന്ന് പറയുന്നത്.
സോ വിത്തിൻ ദ ഷോർട്ടസ്റ്റ് ടൈം പോസിബിൾ while ഐഡൻറ്റിഫൈങ് മെയിൻ ഐഡിയാസ് ഓഫ് ദി ഗിവൺ ടെക്സ്റ്റ്. യെസ്, അതായത് നമ്മുടെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ, അല്ലെങ്കിൽ വിത്തിൻ ദ ഷോർട്ടസ്റ്റ് ടൈം, ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ മെയിൻ ഐഡിയാസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ആ ഒരു മെയിൻ ഐഡിയാസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് വിത്തിൻ ദ ഷോർട്ട് ടൈം സ്പാൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം പീരീഡ്. അതിനെയാണ് ആ ഒരു മെയിൻ ഐഡിയാസിനെ മാത്രം റീകളക്ട് ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക, മനസ്സിലാക്കുക. അതിനെയാണ് ഏത് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്കിമ്മിങ് എന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This technique will help you save on time and will also allow you to have an idea of what the text is all about within the first reading. So, ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു കൺസ്യൂം അവർ ടൈം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു സേവ് അവർ ടൈം. നമ്മൾ ടൈം സേവ് ചെയ്യാനും നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ ഒരു സ്കിമ്മിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഓൾസോ അലൗ യു ടു ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് ദ ടെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് വിത്തിൻ ദ ഫസ്റ്റ് റീഡിങ്. അതായത് ആ ഒരു ഫസ്റ്റ് റീഡിങ് കൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓവറോൾ ഇൻഫർമേഷൻ ഈ ഒരു ഗിവൺ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഈ ഒരു സ്കിമ്മിങ് എന്ന ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മേജർ ടിപ്പ് ഫോർ IELTS റീഡിംഗ് പ്രിപ്പറേഷൻ. Okay. And number 3 or the third major tip is scanning. So third major tip ആണ് സ്കാനിങ് എന്ന് പറയുന്നത്. ആസ് ഐ ഓൾറെഡി മെൻഷൻ, സ്കിമ്മിങ് പോലെ തന്നെ ഉള്ള ഒരു ടെക്നിക്കാണ് സ്കാനിങ്. സോ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആ ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കുക, അല്ലേ, അല്ലെങ്കിൽ മെയിൻ ഐഡിയാസ് ആ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ വിത്തിൻ ദാറ്റ് ഷോർട്ടസ്റ്റ് പീരീഡ് നമ്മൾ മെയിൻ ഐഡിയാസ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സ്കാനിങ് എന്തായിരിക്കും? ജസ്റ്റ് കോൺട്രാസ്റ്റ് ആയിരിക്കും. ദിസ് ഇസ് എ ടെക്നിക്ക് വൈ യു റീഡ് ത്രൂ എവറി ലൈൻ വെരി ക്വിക്ക്ലി ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് വേർഡ് ഓർ ഫ്രേസ്. അതായത് നമ്മൾ ഈച്ച് ആൻഡ് എവറി ലൈനിൽ ഗോ ത്രൂ ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പോൾ റീഡ് ത്രൂ എവറി ലൈൻ വെരി ക്വിക്ക്ലി, പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് തന്നെ, എന്നാൽ ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ ഓവറോൾ ഒരു മെയിൻ ഐഡിയ മാത്രമല്ല, ഓരോ വരിയിലൂടെയും നമ്മൾ എന്താണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ എ സ്പെസിഫിക് വേർഡ് ഓർ ഫ്രേസ്, ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വേർഡിനെ അല്ലെങ്കിൽ ഫ്രേസിനെ ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലുക്കൗട്ട് ചെയ്യുന്നത്. ഇറ്റ് കംസ് ഇൻ ഹാൻഡി വെൻ യു ആർ ലുക്കിംഗ് ഫോർ എ വൺ വേർഡ് ആൻസർ. ഓക്കെ, സോ മെയിൻലി ഈ ഒരു സ്കാനിങ് എന്ന ടെക്നിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഏതൊരു സെക്ഷനിലാണ്? വൺ വേർഡ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ബിക്കോസ് സ്കാനിങ്ങിൽ നമ്മളൊരു സ്പെസിഫിക് വേർഡാണ്, അല്ല, ഒരു സ്പെസിഫിക് വേർഡ് അല്ലെങ്കിൽ ഫ്രേസാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ വൺ വേർഡ് ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഈ സ്കാനിങ് എന്ന ഈ ഒരു ടെക്നിക്ക് വേണം. സ്കാനിങ് എന്ന ടെക്നിക്ക് മീൻസ് ഈച്ച് ആൻഡ് എവറി ലൈൻ ഒന്നുപോലും വിടാതെ എല്ലാ വരികളിലും അർത്ഥം മനസ്സിലാക്കുക. അവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇറ്റ്സ് ക്വയറ്റ് ഡിഫറെൻറ്റ് ഫ്രം സ്കിമ്മിങ് ബിക്കോസ് ദി ഫോർമർ ഡസൻറ്റ് റിക്വയർ യു ടു ഫൈൻഡ് എനി സ്പെസിഫിക് വേർഡ് ഓർ ഫ്രേസ്. സോ ഈ ഒരു സ്കാനിങ് എന്ന് പറയുന്നത് സ്കിമ്മിങ്ങിൽ നിന്ന് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു മെയിൻ ഐഡിയ മനസ്സിലാക്കുക, ഓവറോൾ ഇൻഫർമേഷൻ മനസ്സിലാക്കുക. വൈൽ സ്കാനിങ് മീൻസ് എന്താണ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എനി സ്പെസിഫിക് വേർഡ് ഓർ ഫ്രേസ് ഇൻ ദി ഗിവൺ ടെക്സ്റ്റ്. തന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റിൽ ഒരു സ്പെസിഫിക് വേർഡിനെ അല്ലെങ്കിൽ സ്പെസിഫിക് ഫ്രേസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ റീഡ് ചെയ്യുകയാണ്. അതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രിപ്പറേഷൻ ടിപ്പ്. Use keywords. Okay, so the fourth major tip is use keywords. This is self-explanatory. Reading a text without identifying the keywords is a suicide mission. Don't try it. Okay, ഈ ഒരു കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലേ. നമ്മളെല്ലാ ഒരു സ്പീക്കിംഗ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും പറയുന്ന, എല്ലാ ട്രെയിനേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ, ഫൈൻഡ് ഔട്ട് ദി കീവേഡ് ഫസ്റ്റ്. ആദ്യം തന്നെ കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യൂ എന്നത്. എന്താണ് കീവേഡ്സ്? ഈ ഒരു കീവേഡ്സ് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ഓരോ കീവേഡ് ഉണ്ടാവും, അല്ലേ, ഓരോ കീവേഡ്സ് ഉണ്ടാവും. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഒരു കീവേഡ്സ് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു പാസേജിലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് നമുക്ക് ഈ ഒരു കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. Ensure that you mark some of the keywords as they will be helpful when time for answering questions comes. So എല്ലാ ക്വസ്റ്റ്യൻസും ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനാണ് ആൻസർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ്സ് എവിടേക്കാണോ ഉള്ളത് അതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക. ദെൻ ആ ഒരു പാസേജ് വായിക്കുക, ആ ഒരു കീവേഡ്സ് നമ്മുടെ ക്വസ്റ്റ്യനിന് നമ്മൾ മാർക്ക് ചെയ്ത ഒരു കീവേഡ്സ്
പാസേജിൽ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയും നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസിയർ ഫോർ യു ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഫ്രോം ദി ഗിവൺ പാസേജ്. സോ ഒരു പാസേജിൽ നിന്ന് അപ്പോൾ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. യു വുഡൻ നീഡ് മോർ ടൈം ടു സ്കാൻ ത്രൂ ദി ടെക്സ്റ്റ് അഗൈൻ. അപ്പോൾ ഈ ഒരു കീവേഡ്സ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ആ ഒരു ഹോൾ ടെക്സ്റ്റ് സ്കാൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അല്ലെങ്കിൽ ഹോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യേണ്ട ആ ഒരു ആവശ്യകത നമുക്ക് വരുന്നില്ല. സോ കീവേഡ്സ് മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ. So the fifth major tip is title. And the title of the text that you are reading will tell you what the text is all about. So അതേപോലെ നമ്മളൊരു 3 സെക്ഷൻസ് ആണ് ഡീൽ ചെയ്യേണ്ടത് അല്ലേ? നമ്മുടെ റീഡിങ് പാസേജിൽ അല്ലെങ്കിൽ റീഡിങ്ങിൽ നമ്മൾ 3 പാസേജസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. സോ ഓരോ സെക്ഷൻസിലും എന്ത് പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഗിവൺ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഗിവൺ മെറ്റീരിയലിൽ? ഓരോ സെക്ഷനും ഈ സെക്ഷൻ ഹാസ് ദെയർ ഓൺ ടൈറ്റിൽ അല്ലേ? ഓരോ സെക്ഷനും ഓരോ ടൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. ദ ടൈറ്റിൽ ഓഫ് ദ ടെക്സ്റ്റ് ദറ്റ് യു ആർ റീഡിംഗ് വിൽ ടെൽ യു വാട്ട് ദ text is all about. So from the title itself, or from the title of the text itself, we can easily find out what this text is all about. ഈ ഒരു ടെക്സ്റ്റ് എന്താണ് പറയുന്നത്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് ഫ്രം ദി ടൈറ്റിൽ ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലാവും. First read the title. So you have to first read the title. It will give you an idea of the context of the text. So ഈ ഒരു ടൈറ്റിൽ വായിക്കുന്നതിലൂടെ നമുക്ക് മെയിൻ ഐഡിയ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ഓഫ് ദി ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ കോണ്ടന്റ് നമുക്ക് മനസ്സിലാവും. So you will have an ample time comprehending since you already have an idea of what you are reading. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഈ ഒരു ടൈറ്റിൽ മനസ്സിലാക്കാൻ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെയിൻ ഐഡിയാസിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ടൈറ്റിൽ ആദ്യം തന്നെ വായിക്കുക, ദെൻ ഫൈൻഡ് ഔട്ട് ദി കീവേഡ്സ്. ആ ഒരു കീവേഡ്സ് മാർക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ആ ഒരു പാസേജ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ടൈം മാനേജ്മെൻറ്റ്. സോ ദി 6th മേജർ ടിപ്പ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ IELTS റീഡിംഗ് മാത്രം പറയുന്നതല്ല. എല്ലാ മൊഡ്യൂൾസിനും മെയിനായിട്ട് നമ്മൾ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ടൈം മാനേജ്മെൻറ്റ്? IELTS, when coming to IELTS reading, the IELTS reading task module is 60 minutes long and there are 3 sections for you to answer. Okay, so നമുക്കറിയാം ഈ ഒരു IELTS റീഡിങ്ങിൽ how much time do we needed for IELTS reading in total? 60 minutes. So 60 minutes ആണ് നമുക്ക് ഈ ഒരു റീഡിംഗ് ടാസ്ക് അല്ലെങ്കിൽ IELTS റീഡിംഗ് ടാസ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ആ ഒരു ടൈം എന്ന് പറയുന്നത് 60 minutes ആണ്. ആൻഡ് there are 3 sections for you to answer. ഈ ഒരു 60 minutes കൊണ്ട് നമ്മൾ എത്ര സെക്ഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്? We have to cover up 3 sections. 60 minutes കൊണ്ടാണ് നമ്മൾ ഈ ഒരു 3 sections കവർ ചെയ്യേണ്ടത്. സോ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡു നോട്ട് ഷെയർ ടൈം ഈക്വലി സോ ദാറ്റ് യു അലോക്കേറ്റ് ഈ സെക്ഷൻ 20 minutes. ഓക്കെ, നമ്മൾ പർട്ടിക്കുലർലി പറയുന്നത് ഓവറോൾ 60 minutes ആണ് ഓരോ സെക്ഷനിലും. അപ്പോൾ 3 സെക്ഷൻസ് ആണെങ്കിൽ ഓരോ സെക്ഷനിലും 20 minutes വീതം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബട്ട് ഡു നോട്ട് ഷെയർ ടൈം ഈക്വലി. സോ ഇത് നിങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളങ്ങനെ ഈക്വലായിട്ട് ആ ഒരു ടൈം ഷെയർ ചെയ്ത് നിന്നാൽ ദറ്റ് യു അലോക്കേറ്റ് ഈ സെക്ഷൻ 20 minutes എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ the IELTS standard works with an increasing difficulty. That means the last section difficulty level will be higher than the first 2. Okay, നമുക്കറിയാം, as I already mentioned in the previous live sessions, ഈ ഒരു റീഡിങ്ങിൽ 3 sections ഉണ്ട്. സോ ഓരോ സെക്ഷനും 1 by 1 എന്താണ് ഫസ്റ്റ് when compared to that first section, സെക്കൻഡ് സെക്ഷനും തേർഡ് സെക്ഷനും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ഈസിയർ ആയിരിക്കും, എന്നാൽ സെക്കൻഡ് സെക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ് വെൻ കമ്മിങ് ടു തേർഡ് സെക്ഷൻ, അത് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി പ്രീവിയസ് 2 sections, തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പാസേജ് ആയിരിക്കും. സോ അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പാസേജ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 3 സെക്ഷൻസും 20 minutes കൊണ്ട് തന്നെ ഈക്വലായിട്ട് ടൈം ഷെയർ ചെയ്യൂ എന്നുള്ളതൊരു നമുക്കൊരു പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കരുത്. ബട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പാസേജ് ഏതാണോ ആ ഒരു സെക്ഷനിൽ വേണം നമ്മൾ കുറച്ചുകൂടി ടൈം കൊടുക്കാൻ.
ഓക്കെ, സോ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മിനിമം ഒരു 20 മിനിറ്റ്സ് അല്ല, ഒരു വിത്തിൻ ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ളൊരു പാസേജ് ആണെങ്കിൽ നമുക്ക് അതിനും വിത്തിൻ ദ ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു സെക്ഷനിലേക്ക് തന്നെ കടക്കുക. അല്ല നമ്മളവിടെ വെറുതെ ആ ഒരു റീച്ചെക്ക് ചെയ്ത് ടൈം അവിടെ വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഏത് സെക്ഷനാണോ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്, അല്ലെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡീൽ ചെയ്യാൻ തോന്നുന്ന ഏത് സെക്ഷനാണോ ആ ഒരു സെക്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നിങ്ങൾക്ക് എളുപ്പമുള്ള സെക്ഷൻ വെച്ച് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ മൂവിങ് ഫ്രം ദ സിമ്പിൾ ടു ദ കോംപ്ലക്സ് ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. സോ എളുപ്പമുള്ളത് ആദ്യം ചെയ്യുക, ബാക്കിയുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആ ഒരു കോംപ്ലക്സ് പാസേജസ് ഡീൽ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, so make sure that you will have close to 30 minutes for the last section. So എപ്പോഴും ആ ഒരു ലാസ്റ്റ് സെക്ഷൻ, അതാണ് ഒരു പർട്ടിക്കുലർലി കോംപ്ലക്സ് പാസേജ് എന്ന് പറയുന്നത്. സോ ഒരു ലാസ്റ്റ് സെക്ഷന് വേണ്ടി നിങ്ങൾ മാക്സിമം ഒരു 30 മിനിറ്റ്സ് ബാക്കി വെക്കാൻ ശ്രമിക്കുക. ആ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് വേണം ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, then check grammar. Be extra careful with the grammar at the beginning of the questions. So നമ്മൾ സ്പെല്ലിംഗ് പറഞ്ഞു, ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ് ഔട്ട് ആക്കാൻ പറ്റാത്ത ഒന്നാണ് ഗ്രാമർ എന്ന് പറയുന്നത്, അല്ലേ? സോ ബി എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഗ്രാമർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ഗ്രാമർ, മെയിൻലി ഈ ഒരു ഗ്രാമറിൻ്റെ കാര്യം പറയുന്നത് ഏത് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സിലാണ്, സെൻറ്റൻസ് കംപ്ലീഷൻ. ഓക്കെ, ഒരു സെൻറ്റൻസ് കംപ്ലീഷനിലാണ് മെയിനായിട്ട് നമ്മൾ ഗ്രമാറ്റിക്കലി കൂടി ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ടൈപ്പിലാണ്. സോ ബി എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഗ്രാമർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ കുറച്ച് ഏറെ ശ്രദ്ധ, അല്ലെങ്കിൽ ബി അവെയർ ഓർ ബി എക്സ്ട്രാ കെയർഫുൾ ഓഫ് വൈൽ ഡീലിംഗ് വിത്ത് ഗ്രാമർ. ഗ്രാമർ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കുക. മോസ്റ്റ് ഓഫ് ദ നെഗറ്റീവ്സ് ബിക്കോസ് ദി ടോട്ടലി ചേഞ്ച് ദ ക്വസ്റ്റ്യൻ, ആൻഡ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ ഇനഫ് യു മേ എൻഡ് അപ്പ് ആൻസറിങ് ഓപ്പോസിറ്റ്ലി വിത്ത് ഓൾ യുവർ ഗ്യാതേർഡ് കോൺഫിഡൻസ്. എവറി ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാ സെക്ഷൻസിലെ എല്ലാ പാസേജസിലെയും ബിഗിനിങ് സെൻറ്റൻസിൽ ടൈറ്റിലിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. സോ എവറി ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാ പാസേജസിലെയും ആ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുന്ന ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ആ ഒരു ഗ്രാമറും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ കെയർഫുള്ളോടെ അല്ലെങ്കിൽ അവെയർ ആയിരിക്കുക, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് തന്നെ അത് ഡീൽ ചെയ്യുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടിപ്പ്. ഓക്കെ, ഡു നോട്ട് റീഡ് ദി ഹോൾ ടെക്സ്റ്റ്. നമുക്ക് അറിയാം, നമുക്ക് ഉള്ള ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, അല്ലേ? ആ ഒരു നമുക്ക് ഡീൽ ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ റീഡിങ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് തന്നെ 60 മിനിറ്റ്സ് ആണ്. സോ ഡു നോട്ട് റീഡ് ദി ഹോൾ ടെക്സ്റ്റ്. ഈ ഒരു ടൈമിൽ, ഈ ഒരു വിത്തിൻ ദിസ് ടൈം പീരീഡ് നമുക്ക് ആ ഒരു ഹോൾ ടെക്സ്റ്റ് വായിക്കുക എന്നത് പോസിബിൾ അല്ല. ഓക്കെ, ആ ഒരു ഹോൾ ടെക്സ്റ്റ് നമ്മൾ അതുപോലെ വായിക്കാൻ നിന്നാൽ എന്ത് പറ്റും, നമുക്ക് ടൈം തികയില്ല, നമുക്ക് ബാക്കിയുള്ള ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? സോ ടൈം ഈസ് ഓഫ് എസൻസ് here. There will be enough time to read through all the text. There are parts of the text that you will never find any question rising from, so no need to read. Okay, so also ഈ ഒരു given textൽ there are parts of the text that you will never find any question. സോ ഒരുപാട് ഈ ഒരു പാസേജിൽ അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും തന്നിരിക്കുന്ന ഒരു ഗിവൺ ടെക്സ്റ്റിൽ എല്ലാ ലൈനും അല്ലെങ്കിൽ എല്ലാ ഒരു എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സ് ആയിരിക്കില്ല ആ ഒരു പാസേജിൽ വരുന്നതല്ല, അല്ലേ? ചില സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ചില പാർട്സിൽ, ആ ഒരു ടെക്സ്റ്റിൻ്റെ ചില പാർട്സിൽ മാത്രമായിരിക്കും നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. റെസ്റ്റ് ഓഫ് ദി പാർട്സിൽ ആൻസേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യുവർ ജോബ് ഈസ് ടു ലുക്ക് ഫോർ ദി റൈറ്റ് ആൻസേഴ്സ്, നോട്ട് റീഡിങ് എവറിത്തിങ്. സോ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് റൈറ്റ് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നാണ്, നോട്ട് റീഡിങ് എവറിത്തിങ്. സോ എല്ലാം റീഡ് ചെയ്ത് തന്നിരിക്കുന്ന പാസേജ് ഫുള്ള് റീഡ് ചെയ്യുക എന്നതല്ല നമ്മളുടെ അവിടെയുള്ള ആ ഒരു എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ട ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എല്ലാ കാര്യങ്ങളും വായിക്കുക എന്നല്ല, മറിച്ച് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യുവർ ജോബ് ഈസ് ടു ലുക്ക് ഫോർ ദി റൈറ്റ് ആൻസേഴ്സ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുള്ള മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്താണ് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ആ ഒരു ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കീവേഡ്സ് വരാത്ത ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് നമ്മൾ അവിടെ ഫുള്ള് കംപ്ലീറ്റ് ഇരുന്ന് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, then if you can't find an answer of the current question, leave it pending and proceed. Okay, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് യു കാൺറ്റ് ഫൈൻഡ് ആൻ ആൻസർ. ഓക്കെ, ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല,
ലീവ് ഇറ്റ് പെൻഡിങ് ആൻഡ് പ്രൊസീഡ്. നമ്മളപ്പോൾ ആ ഒരു ആൻസർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആൻസർ കിട്ടുന്ന ആ ഒരു ടൈം വരെ നമ്മളവിടെ വെറുതെ നമ്മൾ ടൈം നമ്മൾ കളയരുത്. ഓക്കെ, ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഒരു ടൈം, ബിക്കോസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസറിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലീവ് ഇറ്റ് പെൻഡിങ്, അത് അവിടെ വിട്ടേക്കുക. ദെൻ പ്രൊസീഡ് ടു അനദർ സെക്ഷൻ അല്ലെങ്കിൽ അനദർ ക്വസ്റ്റ്യൻസ്. സോ അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. ശേഷം നമുക്ക് ടൈം ഉണ്ട് അല്ലേ, ആ ഒരു കാര്യം അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻസിലേക്ക് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ബിക്കോസ് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ വെറുതെ നമ്മളങ്ങനെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്, മൂവ് ഫോർവേഡ്. ഓക്കെ, the trick here is moving from the known to the unknown. So just mark it maybe with a big star and move on to answer another question. But always remember that you have unanswered question. Okay, so ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ആ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ലീവ് ചെയ്യുക, ദെൻ പ്രൊസീഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ലീവ് ചെയ്യുമ്പം നിങ്ങൾ ജസ്റ്റ് ഒരു മാർക്കെങ്കിലും അവിടെ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ബിഗ് സ്റ്റാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് അവിടെ വെക്കുക. ബിക്കോസ് ഫൈനലി നമുക്ക് ആ ഒരു ആൻസർ കണ്ടുപിടിക്കണം അല്ലേ, ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമ്മൾ ലാസ്റ്റ് എല്ലാം കംപ്ലീറ്റ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മാർക്കിംഗ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മാർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. So once you have finished writing your answers, then go back for it. So only after finish writing your answers, ബാക്കിയുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ആ ഒരു ആൻസേഴ്സ് എല്ലാം എഴുതിയതിന് ശേഷം, once you have finished, ആ ഒരു ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആ ഒരു മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ കിട്ടാത്ത ആ ഒരു ആൻസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ തിരിച്ച് അത് പ്രൊസീഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ there are those questions that dictate the number of words. അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും that dictate the number of words. നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനെ കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക. എൻഷുർ ദറ്റ് യു അബൈഡ് ബൈ ദി റൂൾസ്. ഓക്കെ, നമ്മൾ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. റൂൾസ് ഇൻ ദ സെൻസ് യു ഹാവ് ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഓക്കെ, വെദർ ഇറ്റ് ഈസ് റീഡിങ്, വെദർ ഇറ്റ് ഈസ് ലിസണിങ്, വെദർ ഇറ്റ് ഈസ് റൈറ്റിംഗ് ഓർ സ്പീക്കിംഗ്, യു ഹാവ് ടു ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. സോ എൻഷുർ ദറ്റ് യു അബൈഡ് ബൈ ദി rules. Count your words one by one and remember that a vowel in a sentence, for example, A is also counted as a word. Okay, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങളുടെ ആ ഒരു വേർഡ്സ് നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വേർഡ് കൗണ്ട് വേർഡ് ലിമിറ്റിനനുസരിച്ച് തന്നെ മാക്സിമം ആൻസർ ചെയ്യുക. ആൻഡ് റിമെമ്പർ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എ വവൽ ഇൻ എ സെൻറ്റൻസ്, എ എന്ന് പറയുന്ന ആ ഒരു വവൽ, ഓക്കെ, ഇറ്റ്സ് ഓൾസോ കൗണ്ടഡ് ആസ് എ വേർഡ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് എ ഒരു വേർഡിൻ്റെ കൂടെ എ ഉണ്ട്, ആ ഒരു വേർഡ് കൗണ്ട് ചെയ്യില്ല. അപ്പം എന്താണ് എ പൈലറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ എ പൈലറ്റ് എന്ന് പറയുന്നത് വൺ വേർഡായിട്ടല്ല, ഇറ്റ് വിൽ ബി കൗണ്ടഡ് ആസ് ടു വേർഡ്സ്. ഓക്കെ, സോ എ എന്ന് പറയുന്ന വവലും ഒരു വേർഡായിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുക. ഇതും യു ഹാവ് ടു ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വിൽ ഓൾവേസ് കൗണ്ട്. ഓക്കെ, അഗൈൻ സ്പെല്ലിംഗ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വിൽ ഓൾവേസ് കൗണ്ട്. സോ ഒരു ലെറ്റർ, ഈവൻ ആ ഒരു വേർഡിലെ ഒരു ലെറ്റർ പോലും തെറ്റിയാലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഭയങ്കരമായിട്ട് അവിടെ കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുക അല്ലേ. Try as much as possible to check on your spelling when you are writing short answers, and if you get time after answering all the questions, then check once again in case you made any spelling. Okay, mainly ഒരു ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോഴാണ് മെയിനായിട്ട് ആ ഒരു സ്പെല്ലിംഗ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഓപ്ഷൻസ് ആണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമായിരിക്കും അല്ലേ. സോ അവിടെ നമ്മൾ സ്പെല്ലിങ്ങിൽ അവെയർ ആവേണ്ട ആവശ്യമില്ല. ബട്ട് വെൻ ഡീലിംഗ് വിത്ത് സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ സ്പെല്ലിങ്ങിൽ കുറച്ചുകൂടി കെയർഫുൾ ആകുക. സോ if you get time, നിങ്ങൾക്ക് ടൈം കിട്ടുന്നു എങ്കിൽ then check once again in case you made any spelling. Okay, so one spelling mistake. So ആ ഒരു ടൈം കിട്ടുന്നു എങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, once again you have to check your spelling. Okay, and then there are those questions that you are required to complete the sentence. Okay, there are those questions that you are required to complete the sentence. Make sure that you put all your attention on the meaning of the sentence, not just throwing any word to fit in. You need to do well in this exam, remember. Okay, അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക, make sure that you put all your attention on the meaning of the sentence, not just throwing any word to fit in. Okay, ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എല്ലാ IELTS ആസ്പിറൻസും മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് മെയിൻലി
മെയിൻലി ഒരു ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിലൊക്കെയാണ് ഈ ഒരു ഡിഫിക്കൽട്ടി കൂടുതലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവർക്ക് ട്രൂ ഓർ ഫോൾസ് ഒക്കെ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവരോടൊക്കെയും പറയുന്ന കാര്യം എന്താണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ വേർഡാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു സെൻറ്റൻസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വേർഡ് മാത്രമാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വേർഡ് മാത്രമല്ല നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. യു ഹാവ് ടു പേ അറ്റൻഷൻ ഓൺ ദി മീനിങ് ഓഫ് ദി സെൻറ്റൻസ്. എല്ലാ സ്റ്റുഡൻസിനോടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വാട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡെപ്പിക്റ്റ്, വാട്ട് ദി ഐഡിയ ബിഹൈൻഡ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നിലുള്ള മെയിൻ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കുക. അല്ലാതെ ആ ഒരു വേർഡ്സ് ജസ്റ്റ് പിക്ക് ഔട്ട് ചെയ്ത് ഒരിക്കലും പാസേജ് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഉറപ്പാണ്, ഫോർ ഷുവർ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. സോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി മീനിങ്. ഓരോ സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ ഇപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആണെങ്കിൽ ഒരു 7 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളെങ്കിൽ ആ ഒരു 7 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഒരു സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ദെൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഫ്രം ദി ഗിവൺ പാസേജ്. പിന്നീട് ആ ഒരു പാസേജിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അല്ലാതെ തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിൽ ഓരോ വേർഡ് ബൈ വേർഡ് എടുത്ത് നമ്മൾ നോക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി അത് നോക്കാൻ നിന്നാൽ മീനിങ് മനസ്സിലാകാതെ ഈ വേർഡ് ബൈ വേർഡ് നമ്മൾ നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആവത്തില്ല, ഫോർ ഷുവർ. ഓക്കെ, സോ ദെൻ there is something called intelligent guessing, and finally there is something called intelligent guessing. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റലിജൻറ്റ് ഗസ്സിങ്. ഓക്കെ, അറ്റ് ടൈംസ് യു വിൽ ബി ഗിവൺ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ ദ പാസേജ് ദാറ്റ് യു മേ ഹാവ് നോ ക്ലൂ അറ്റ് ഓൾ. What should help you make a correct guess is the context in which the word has been used. Okay, so നമ്മുടെ ഈ ഒരു IELTSൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലേ. സോ ഒരു 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത്. സോ റോ സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 40 നമ്മൾ എത്രയും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ സ്കോർ ചെയ്യുക. സോ ഈ ഒരു 40 ഔട്ട് ഓഫ് 40 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചിലപ്പം ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ മാക്സിമം നിങ്ങൾ ഒരു സ്പേസ് ലീവ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ, സോ ട്രൈ ടു അറ്റംപ്റ്റ് ഓൾ ദി ആൻസേഴ്സ്, അല്ലെ ഓൾ ദി ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ അറ്റൻഡ് ചെയ്യുക. സോ certainly this difficult word will always be related to the topic of the given text. അതേപോലെ ഇൻ്റലിജൻറ്റ് ഗസ്സിങ്, ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഗസ്സിങ്ങിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. At times you will be given difficult words in the passage that you may have no clue at all. ചില സമയത്ത് ചില പാസേജസിൽ നമുക്ക് എല്ലാ വേർഡ്സിൻ്റെ മീനിങ് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല, അല്ലേ. അതായത് ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ആയിരിക്കും ആ ഒരു ഗിവൺ പാസേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വേർഡ് ഷുഡ് ഹെൽപ്പ് യു മേക്ക് എ കറക്റ്റ് ഗസ് ഇസ് എ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദി വേർഡ് ഹാസ് ബീൻ യൂസ്ഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദി വേർഡ് ഹാസ് ബീൻ യൂസ്ഡ്. ആ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു വേർഡ് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. Certainly this difficult word will always be related to the topic of the given text. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് വേർഡ് ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് വേർഡ് ആയിരിക്കും തന്നിട്ടുള്ള ആ ഒരു ഗിവൺ ടെക്സ്റ്റിൻ്റെ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു വേർഡ് ആയിരിക്കും എപ്പോഴും അത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ ദിസ് ഈസ് ദി ഫൈനൽ ടിപ്പ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് ആയിരുന്നു ഫോർ IELTS റീഡിംഗ്. സോ ഫസ്റ്റ് വി ഡിസ്കസ് ദ ടിപ്പ് റീഡ് മെനി ആർട്ടിക്കിൾസ്, ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് skimming, the technique skimming, and the third one is scanning. Fourth one is use keywords in order to find out the answers correctly. Title, time management, very important ആണ് time management എന്ന് പറയുന്നത്. Okay, and check grammar. Do not read the whole text. Whole text read ചെയ്യാണ്ട് നമ്മൾ മാക്സിമം ഒരു മെയിൻ ഐഡിയാസ് മാത്രം ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. Then if you can't find an answer of the current question, leave it pending and proceed. Okay, ഒരു current question answer find out ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ leave it pending and proceed. There are those questions that dictate the number of words. Word count ശ്രദ്ധിക്കുക. Spelling mistakes will always count. സ്പെല്ലിങ്ങും അതേപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. And there are those questions that you are required to complete the sentence.
And finally, there is something called intelligent guessing or making interpretation. Okay, mainly ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ മെയിൻലി ഒരു ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒന്ന് എഴുതുക. ചിലപ്പം ആ ഒരു ആൻസർ ഐദർ ഇറ്റ് ക്യാൻ ബി കറക്റ്റ് അതർ ഇറ്റ് ക്യാൻ ബി റോങ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഔട്ട് ഓഫ് 40 തന്നെ മാക്സിമം ആൻസർ ചെയ്യുക. ഒരിക്കലും ഒരു ആൻസർ പോലും എഴുതാതെ ഒരു സ്പേസ് അവിടെ ലീവ് ചെയ്യരുത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു പ്രിപ്പറേഷൻ ടിപ്സ് ഫോർ IELTS റീഡിംഗ് എന്ന് പറയുന്നത്. സോ ബാക്കി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ്, അതേപോലെ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലേ. സോ ഇനിയുള്ള ലൈവ് സെഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആ ഓരോ പർട്ടിക്കുലർലി ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സും നമുക്ക് എടുത്ത് അതിൻ്റെ ആ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് ഇനിയുള്ള ലൈവ് സെഷൻസിൽ കണ്ടക്ട് ചെയ്യാം. സോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു എവ്രി വൺ ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ ആൻഡ് ഫോർ യുവർ റെസ്പോൺസ്, ഫോർ യുവർ കമൻറ്റ്സ്. സോ ഇതേപോലെ തന്നെ ഇനിയുള്ള ലൈവ് സെഷൻസും എല്ലാവരും തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ ഈ ഒരു എല്ലാ ലൈവ് സെഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. സോ എല്ലാവരും തന്നെ ടിജൂസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസ്, CBT, OET, IELTS, ഫ്ലുവൻസി, ഇത്തരത്തിലുള്ള എല്ലാ മൊഡ്യൂൾസും ഇവിടെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും തന്നെ ഈ ലൈവ് സെഷൻസ് പോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് തന്നെ നമുക്ക് ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ attending for today's live session. Thank you so much. So stay tuned for another live sessions. This is once again Devika from Tiju Sir Academy. Thank you.